അപ്പം ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് വെറുതെ നിൽക്കുമ്പോൾ ബി ആർ അടിക്കാൻ തോന്നി. അപ്പോൾ നമ്മൾ ബി ആർ ഇട്ട് നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോഴാണ് ഇവൻ്റ് ഒന്ന് കണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ അത് എടുത്ത് നോക്കി. അപ്പോൾ അതിലൊരു ഫീമെയിൽ ബണ്ടിലാണ് കൊടുക്കണേ. അപ്പോൾ നമുക്ക് അത് എടുക്കണം എന്നുണ്ട്, പക്ഷേ നമ്മൾ ആയിട്ടില്ല. എന്നിട്ട് നമ്മൾ അപ്പോഴത്തേന് കളി പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ കളിക്കാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ലോബിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ കളിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ആര് ബർത്ത്ഡേ ഉണ്ട്, അതൊക്കെ നമുക്ക് തുറന്നു നോക്കാം. അപ്പോഴാണ് അടുത്ത ബോക്സ് കണ്ടത്. അപ്പോൾ നമ്മൾ അതും തുറന്നു നോക്കി. അതിലൊന്നും പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അപ്പം ഉണ്ട് കുറേ കെടുക്കണ ആമളൊക്കെ നമ്മൾ തുറന്നു നോക്കി, ഒന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ നേരെ വിമാനത്തേക്ക് ഉള്ള കൗണ്ടൈൻ തുടങ്ങി. അങ്ങനെ നമ്മൾ വിമാനത്തിൽ എത്തി. അപ്പം നമ്മൾ എവിടേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവിടെ പീക്കിൽ പോകാന്നുള്ള ഇത് തോന്നി. അപ്പോൾ നമ്മൾ പീക്കിലേക്ക് പോകാനുള്ള ലൊക്കേഷൻ ഇട്ടു. എന്നിട്ട് നേരെ ഇറങ്ങേണ്ട സ്ഥലം കാണിക്കണോണ്ട് അതിൽ ആയപ്പോൾ നമ്മൾ ചാടി നമ്മൾ നേരെ പീക്കാണ് പോകുന്നത്. പീക്ക് ഭരിക്കാൻ കഴിയുമോ അങ്ങനെ നോക്കാം. പിന്നെ ഗ്ലൈഡർ കിട്ടാൻ വന്നാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്ലൈഡർ കിട്ടിയാൽ വലിയ ഇതാവും. കാരണം നമുക്കതൊന്ന് ടെസ്റ്റും ചെയ്ത് നോക്കാം. നമ്മൾ ഇത്രയും ദിവസമായിട്ട് കുറച്ച് കളിച്ചാലൊന്നും കഴിഞ്ഞില്ലേന്. നമുക്കൊരു തിരക്കുണ്ടായിരുന്നു, അതിനോട് നമുക്ക് കളിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഗ്ലൈഡർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്ലൈഡർ കിട്ടിയിട്ടുണ്ട്, UMP കിട്ടിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് G8 കിട്ടിയത്. നമ്മളാദ്യം കൊണ്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പുറത്ത് ഫൈറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ അവിടെയുള്ള കൊല്ലി കുമ്മാൻ കഴിയുമോ നോക്കി, പക്ഷേ കഴിഞ്ഞില്ല. അപ്പം എൻ്റെ ഒരു പെണ്ണവിടെ ഫൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ പെണ്ണിനെ നൈസായിട്ട് അടിക്കാൻ കഴിയുമോ വെച്ചിട്ട് അവിടെ ചെന്നതാണ്. പക്ഷേ ആ പെണ്ണ് ഊമ്പിച്ച് തന്നു ഗൈസ്. 2 ഭാഗത്തുനിന്ന് മടി കിട്ടി നമ്മൾ അത് ചത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡറി വേവാണ്. നമ്മൾ പിന്നെയും അങ്ങോട്ട് കയ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും കയ കാട്ടി ചാവുന്ന ഉറപ്പായ കാര്യമാണ്. നമ്മൾ അപ്പോൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. നമ്മൾ ആ ലൂട്ട് ബോക്സിൻ്റെ അടുത്തേക്ക് തന്നെയാണ് ഇറങ്ങുന്നത്. കിട്ടുക ചാവുന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ കായ മൂത്തങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പണ്ട് ആ പെണ്ണ് നമ്മളെ അടിക്കാൻ വന്നതാണ്. അപ്പോൾ ആ പെണ്ണ് നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ ഗ്ലൈഡറിൽ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലൈഡർ തിരിച്ചെടുത്തിട്ട് നമ്മൾ ആ സന്തോഷത്തിൽ നമ്മൾ ലാൻഡ് മൈനും എടുത്ത് നമ്മൾ എന്തെങ്കിലും ലൂട്ടൊക്കെ അടിച്ച് സെറ്റാക്കി നമ്മൾ ഇനി ഫൈറ്റ് എടുക്കും എന്നുള്ള നിലയ്ക്ക് നമ്മൾ കളിക്കുന്നു. അപ്പോഴാണ് ഇവിടെ ഒരു ഫൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ബാക്ക് പോയപ്പോൾ ഒരുത്തൻ കിളി പോയവനാണ് തോന്നുന്നത്. അപ്പുറത്തേക്കാണ് ദുബായിട്ടത്. നമുക്ക് സുഖമായിട്ട് കിട്ടിയിട്ടുണ്ട് അവൻ്റെ കായ അങ്ങോട്ട് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് അപ്പുറത്ത് റിവൈവ് ചെയ്യണുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണോ തിരിച്ച് മണ്ടണമെന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ അടുത്ത് ഇനി ഒരു ചാൻസ് ഇല്ല, ചത്ത നല്ല മൈനസും കിട്ടും. അപ്പോൾ നമ്മൾ നേരെ ഇനി അങ്ങോട്ട് ചെല്ലുന്നതാണ്. നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ നേരെ ചെന്ന് അഥവാ കില്ല് കിട്ടിയാൽ നമുക്ക് എന്താക്കാം, ആ റിവൈവ് പോയിൻ്റ് എടുത്ത് നമുക്ക് ആ ചാൻസ് എടുക്കാം. അതിന് വേണ്ടി അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോൾ നമ്മൾ കിട്ടുമോ കിട്ടില്ലെന്ന് നമുക്ക് നോക്കാം. ചിലപ്പോൾ ഓനെ തട്ടും, അല്ലെങ്കിൽ ഞാൻ ഓനെ തട്ടും, കാണാം. അപ്പോൾ ഞാൻ ഇവിടെ ലേമ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആ മണ്ടൻ ലേമയും ചാടിയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മണ്ടൻ ലേമയിന് ചാടിയതല്ല, ഞാൻ വിളിച്ച് തന്നെ തീർത്തിട്ടാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ റിവൈവിൽ ചാൻസ് എടുത്ത് നമ്മൾ വേറെ ആ കുതിര എടുത്ത് മുങ്ങാന്ന് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോഴാണ് ബാക്കിൽ നിന്ന് അടി വന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ലേ. അപ്പോൾ നമ്മൾ പീക്കിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോവാച്ചിരിക്കുമ്പോൾ നമുക്ക് വേണ്ടാകുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ആ പാറിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് നേരെ എവിടേക്കെങ്കിലും പോവാച്ച. അപ്പോഴാണ് സ്കാനർ വീണത്. സ്കാനറിൽ ഇന്നെ കണ്ട് അതിൽ ഫുള്ള് ഫൈറ്റ് കിട്ടി. ബാക്കൊന്നും മുന്നൊന്നും എല്ലായിടത്തുനിന്നും അടിയിട്ട് ഞാനങ്ങനെ തീർന്നു. എൻ്റെ ലാസ്റ്റ് ചാൻസാണ്. അതിനോട് ഞാൻ ഇന്ന് സൂക്ഷിച്ചാണ് കളിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഓൾക്ക് റിവെഞ്ച് കൊടുത്താലോ വന്നിട്ട് കായ മൂത്തി ഞാൻ വീണ്ടും അവിടേക്ക് തന്നെ ഇറങ്ങി. ഒരു ലൂട്ടും ഇല്ല. അവിടെ സൈഡിലും ഫുൾ എനിമീസാണ്. എനിക്ക് ഒരു ഇതും ഇല്ല. ഞാൻ ആകെ
ലക്കിയിൽ പോയിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് ഉറപ്പില്ല, കാരണം ലൂട്ടും ഇല്ല, ഒന്നുമില്ല. ഞാൻ വെറുതെ ഷോർക്കേണ്ടി ചെന്നതായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു ഗ്ലുവാൾ കവറിട്ടാണ്ട് ഒരുത്താൻ ഇരിക്കണുണ്ട്. ഓന് വേറെ ഇവിടുന്ന് അടി കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് കുത്തി പിടിച്ചാണ്ട് ഇട്ടിട്ടുണ്ടാവനെ. അപ്പോഴാണ് ഇവനാരെ അടിച്ചത് ലൂട്ടടിക്കാൻ വേണ്ടി നമ്മളിങ്ങോട്ട് ചാടി. അപ്പോഴല്ലേ ഇവനെ നേരത്തെ അടിച്ചവൻ നല്ല ബോംബും എല്ലുംപാടും ഇട്ട് നമ്മളെ ഇളക്കി. നമ്മളെന്താക്കി, ഒരു നീലറൊക്കെ അടിച്ച് ഹീൽ ചെയ്യാൻ നോക്കിയെങ്കിലും ഓൻ്റെ ഫയർ എല്ലുംപാടെ കണ്ട് നമ്മളവിടെ ഇറങ്ങി. ആ കായം കണ്ട് മാറിക്കിട്ടി സുഹൃത്തുക്കളെ.